ആളുകൾ പറയാം, നശിച്ചു പോകുമെന്ന്, മരിച്ചു പോകുമെന്ന് ലോകത്തിൽ ആളുകൾ പറയാം. വേദന മാറില്ലെന്നോ, സങ്കടം തീരില്ലെന്നോ ചുറ്റും നിൽക്കുന്നവർ പറയാം. ചുറ്റും നിൽക്കുന്നവർ പറയാം, അത് അവസാന വാക്കല്ല, അത് അവസാന തീർപ്പുമല്ല, അത് അവസാന വാക്കല്ല, അത് അവസാന തീർപ്പുമല്ല. ഓ ദൈവത്തിൻ വചനം പറയുന്നല്ലോ, നീ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ദൈവത്തിൻ വചനം പറയുന്നല്ലോ, നീ കരമുയർത്തി അടിച്ചേ. പുനരുത്ഥാനവും ജീവനുമാ നിന്നോട് കൂടെയുണ്ട്. ഓ പുനരുത്ഥാനവും ജീവനും നിന്നോട് കൂടെയുണ്ട്. തുള്ളിച്ചാടിക്കൊണ്ട് യേശു നിന്റെ കൂടെയുണ്ട്, യേശു നിന്റെ കൂടെ, യേശു നിന്റെ കൂടെയുണ്ട് ഉണ്ട്. ഓ യേശു നിന്റെ കൂടെയുണ്ട്, ആമേൻ. യേശു നിന്റെ കൂടെയുണ്ട് ഉണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. ഓ യേശു നിന്റെ കൂടെയുണ്ട്. നശിച്ചു പോകുമെന്ന്, മരിച്ചു പോകും ഈ ലോകത്തിൻ ആളുകൾ പറയാം. നശിച്ചു പോകുമെന്ന്, മരിച്ചു പോകും ലോകത്തിൻ ആളുകൾ പറയാം. വേദന മാറില്ലെന്നോ, സങ്കടം തീരില്ലെന്നോ ചുറ്റും നിൽക്കുന്നവർ പറയാം. വേദന മാറില്ലെന്നോ, സങ്കടം തീരില്ലെന്നോ ചുറ്റും നിൽക്കും. കരമടിച്ചുകൊണ്ട് ഇത് അവസാന വാക്കല്ല, ഇത് അവസാന തീർപ്പുമല്ല, ഇത് അവസാന വാക്കല്ല, ഇത് അവസാന തീർപ്പ്. പിന്നെ പിന്നെ ദൈവത്തിൻ വചനം പറയുന്നല്ലോ, നീ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഓ ദൈവത്തിൻ വചനം, നീ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പുനരുത്ഥാനവും ജീവനുമായി നിന്നോട് കൂടെയുണ്ട്. പുനരുത്ഥാനവും ജീവനും ഓ നിന്നോട് കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്, യേശു നിന്റെ കൂടെ, യേശു നിന്റെ കൂടെയുണ്ട് ഉണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്, യേശു നിന്റെ കൂടെയുണ്ട്. ആ കരം ഉയർത്തിക്കൊണ്ട് പറ, യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെ, യേശു എന്റെ കൂടെയുണ്ട് ഉണ്ട്. ഓ യേശു എന്റെ കൂടെയുണ്ട്. ശബ്ദം ഉയർത്തി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറ, യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം നമുക്ക് അവൻ്റെ കൃപയെ പകർന്നിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നമ്മൾ ദൈവത്തിൻ്റെ കൃപ പകരപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണെന്ന്? എത്ര പേർക്ക് അറിയാം? ഒരു നല്ല ആമേൻ പറഞ്ഞായിട്ട്. ചിലരെങ്കിലും എന്നോട് ചോദിച്ചു, കൃപയ്ക്കായി പ്രാർത്ഥിക്കാവോ? 2 കൊരിന്ത്യർ 1:4 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, പലരുടെ പ്രാർത്ഥനയാൽ എനിക്ക് ലഭിച്ച കൃപ. അപ്പോൾ പ്രാർത്ഥനയാൽ കൃപ ലഭിക്കുമോ? യെസ് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 4:32 അല്ലെങ്കിൽ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവർ വചനം പ്രസംഗിക്കേണ്ടതിനെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മ മാറേണ്ടത് വളരെ ആവശ്യമാണതാണ്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശു പറഞ്ഞ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എനിക്കിഷ്ടം യോഹന്നാന്റെ സുവിശേഷം 6-ാം അതിൻ്റെ 44-45 വാക്യങ്ങളിൽ പറയുക, തൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരത്തില്ല.
അപ്പൊ യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ വന്നതെല്ലാം ദൈവം നമ്മളെ അട്രാക്ട് ചെയ്തതാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അറിയേണ്ടത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ദൈവം നിങ്ങളെ അട്രാക്ട് ചെയ്തതാണ്. ദൈവമായിട്ട് നിങ്ങൾ വന്നതാണ്. ഒരു പക്ഷേ നിങ്ങളൊരു പരസ്യം കണ്ടിട്ടായിരിക്കും വന്ന് കാണുക, നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞിട്ടായിരിക്കും വന്ന് കാണുക, അത് നിങ്ങളുടെ തോന്നലിൽ. പക്ഷെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ദൈവമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 6:65 കർത്താവ് പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കാവോ, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്ക വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ നിങ്ങളും ഞാനിവിടെ ആയിരിക്കുന്നത് അവന്റെ കൃപയിലാണ് എന്ന് പറഞ്ഞ ദൈവം നിങ്ങൾക്ക് കൃപ നൽകിയിരിക്കുകയാണ്. ഒന്ന് കര ഉയർത്തി പറഞ്ഞേ, എനിക്ക് ദൈവം കൃപ നൽകിയിരിക്കുകയാണ്. ഒന്നുകൂടെ പറയാം, എനിക്ക് ദൈവം കൃപ നൽകിയിരിക്കുകയാണ്. കൃപ മാത്രമല്ല വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞ 1 പത്രോസ് 2:10 ഒരിക്കൽ ജനമല്ലാതിരുന്നവർ ഇപ്പോൾ ദൈവത്തിന്റെ ജനമാണ്. ഒരിക്കൽ കരുണ ലഭിക്കാത്തവരായിരുന്നവർ ഇപ്പോൾ കരുണ ലഭിച്ചവർ തന്നെ. അപ്പോ കൃപ എനിക്ക് ദൈവം തകർന്നു കഴിഞ്ഞു. 2, എന്നോട് ദൈവം കരുണ കാണിച്ചു കഴിഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം കരുണ കാണിക്കാൻ പോവല്ല, ദൈവം ആൾറെഡി കരുണ കാണിച്ചു കഴിഞ്ഞു. ചിലരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്നോട് ദയ തോന്നണമേ എന്ന്. ദയ തോന്നണമേ. ഞാൻ കത്തോലിക്ക പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ കരുണ കൊന്ത എന്ന് പറയുന്നൊരു കൊന്ത പോലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നിരന്തരം കരുണ തരണമേ, കരുണ കാണിക്കണമേ എന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കരുണ ലഭിക്കേണ്ടതാണ്, കരുണ ലഭിച്ചു എന്നല്ല, കരുണ ലഭിക്കേണ്ടതാണ് എന്ന ബോധ്യമായിരുന്നു ഞങ്ങളുടെ അകത്തെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ വേദപുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ കരുണ ലഭിക്കപ്പെട്ടവനാണ്. യേശു ക്രിസ്തുവിൽ എനിക്ക് കരുണ ലഭിച്ചിരിക്കുകയാണ്. ലഭിക്കാൻ പോവുകയല്ല, കരുണ ലഭിച്ചിരിക്കുകയാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എനിക്ക് യേശു ക്രിസ്തുവിൽ ദയ ലഭിച്ചിരിക്കുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറയാം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ദയ ലഭിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് കരുണ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടില്ലേ, കരുണ തോന്നണമേ ദൈവമേ എന്ന്, എന്നോട് ദയ തോന്നണമേ ദൈവമേ എന്ന്. എന്നിട്ട് നമ്മൾ പറയും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ല എന്ന്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തോട് നമ്മൾ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു, ദൈവം കരുണ കാണിച്ചില്ല. ദയക്കായി പ്രാർത്ഥിച്ചു, ബൈബിളിൽ പല സ്ഥലത്തും ദൈവം ചിലരോട് ദയ കാണിച്ചു എന്ന് എഴുതിയിരിക്കുക. അപ്പൊ ദൈവം എന്നോട് ദയ കാണിച്ചിട്ടില്ല എന്നൊരു അറിവിലാണ് നമ്മളിരിക്കുന്നത്. അതിന്റെ കാരണം നമുക്ക് കൂടുതൽ പരിചയമുള്ളത് പഴയ നിയമത്തിലെ അധ്യായങ്ങളും ബൈബിളിലെ വാക്യങ്ങളുമാണ്. പുതിയ നിയമത്തിലെ എപ്പിസോഡ് അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ പൗലോസ് അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞത് നമുക്ക് പലതും അറിയത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം, ശ്രദ്ധിക്കുന്നു നിങ്ങൾ എന്നെ. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവനോട് ദുഷ്ടനെ പോലും ദൈവം അവനോട് ചേർക്കുന്നു. ദുഷ്ടനെ പോലും അവനെ എന്ത് ചെയ്യുന്നു? അവനെ അനുഗ്രഹിക്കാൻ ഉപയോഗിക്കുന്നു. ആ വാക്യം ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാം. എന്നെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ വഴിയിൽ ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് എന്ത് ചെയ്താ പ്രസാദം തോന്നിയാൽ ദുഷ്ടനെ പോലും എന്ത് ചെയ്യുവോ? അവന് പക്ഷത്താക്കും, നമ്മുടെ പക്ഷത്താക്കും. ദുഷ്ടനെ പോലും എൻ്റെ പക്ഷത്താക്കും. വായിച്ചിട്ടില്ലേ നിങ്ങൾ ആ വാക്യം? ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയ സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ശത്രു പോലും ദൈവത്തോട് ഇണങ്ങിയില്ല, യേശുവിനോട് ഇണങ്ങിയില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറയുന്നത് കേൾക്കാൻ? ഉണ്ടായിരുന്നു. യേശുവിനോട് ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. പരീശന്മാർ, ശാസ്ത്രിമാർ, പല ആളുകളും യേശുവിനോട് ശത്രുവായിരുന്നു. പക്ഷെ ആരെ പോലും യേശുവിനോട് കൂടെ ചേർത്തതായി നമ്മൾ വായിക്കുന്നില്ല. ഇനി ഈ ഭൂമിയിൽ പൗലോസ് ജീവിച്ചിരുന്ന സമയത്ത് അവനെ കല്ലെറിഞ്ഞു കൊള്ളാൻ ആളുകളുണ്ടായിരുന്നു. കല്ലെറിഞ്ഞ് കൊണ്ടിട്ട് വലിച്ച് തകർന്ന് പുറത്തു കൊണ്ടുവരാൻ ആളുകളുണ്ടായിരുന്നു. പൗലോസിന് നേരെ എതിർപ്പുകൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അതിൽ ഒരാളെ പോലും ദൈവം അവന് ഇഷ്ടമായതുകൊണ്ട്, ദൈവത്തിന് പൗലോസിന്റെ വഴി ഇഷ്ടമായതുകൊണ്ട് ഈ ശത്രുക്കളെ ആരെയും
പൗലോസിന്റെ പക്ഷത്ത് ചേർത്തതായി നമ്മൾ വായിക്കുന്നില്ല. വായിക്കുന്നുണ്ടോ? ഇല്ല. പത്രോസിന്റെ കൂട്ടത്തിൽ ആരും ഇങ്ങനെ ചേർത്തതായി വായിക്കുന്നില്ല. അപ്പൊ ആ വാക്യം എന്താ? പൗലോസിനും പത്രോസിനും ചേർന്നതല്ലേ? ആ വാക്യം വെച്ച് പൗലോസും പത്രോസും പ്രാർത്ഥിക്കാഞ്ഞത് എന്താ? ശത്രുക്കളല്ലേ, അവര് മാനസാന്തരപ്പെട്ട് എന്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഹെരോദാവ്, ശ്രദ്ധിക്കൂ, ഹെരോദാവ് സഭയെ മുടിക്കാൻ എഴുന്നേറ്റു. ശ്രദ്ധിക്കണേ, യാക്കോബിന്റെ തലവെട്ടി, പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. പക്ഷേ സൂപ്പർ നാച്ചുറലായി പത്രോസ് പുറത്തു വന്നു. പത്രോസ് വേണേ പ്രാർത്ഥിച്ചുകൂടായിരുന്നു, കർത്താവേ ഹെരോദാവിനെ എൻ്റെ കൂടെ ചേർക്കണമേ, ഇവിടുത്തെ മുഖ്യമന്ത്രി എൻ്റെ കൂടെ ചേർക്കണമേ, ഇവിടുത്തെ പ്രധാനമന്ത്രി എൻ്റെ കൂടെ ചേർക്കണമേ. അതുപോലെ ഹെരോദാവിനെ കുറിച്ചും പൗലോസിനോ പത്രോസിനോ ആർക്കെങ്കിലും പ്രാർത്ഥിച്ചുകൂടായിരുന്നു, കർത്താവേ ഹെരോദിനെയും കൂടെ എൻ്റെ പക്ഷമാക്കണമേ, എൻ്റെ വഴിയിൽ നിനക്ക് പ്രസാദം ഉണ്ടല്ലോ, പറഞ്ഞുകൂടായിരുന്നു? പറയാമായിരുന്നു. പക്ഷെ ദൈവം ആ മനുഷ്യനെ കുറിച്ച് അങ്ങനെയല്ലായിരുന്നു വെച്ചിരുന്നത്. ഹെരോദാവിനെ കുറിച്ച് അവിടുത്തെ ജനമെല്ലാം കൂടെ പുകഴ്ത്തി ദൈവത്തെ പോലെ ആക്കിയപ്പോ അടുത്ത അധ്യായത്തിൽ എഴുതിയിരിക്കുക, ഒരു ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിടയായി. അവൻ നിന്റെ കൂടെ ചേരേണ്ടതിനല്ല, അവനെ കൃമിക്ക് വേണ്ടി വെച്ചേക്കുവാ. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു? നമ്മൾ എവിടെയാണ് നമുക്ക് കരുണ നമ്മളെല്ലായ്പ്പോഴും പറയുന്നത് ആ ദൈവത്തിന്റെ കരുണ തോന്നാത്തത് കൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. അല്ല, നിങ്ങളുടെ അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ അറിവില്ലായ്മയാണ്. ദൈവം കാൽവറിയിൽ യേശുവിന്റെ മരണത്തിലൂടെ സകല മാനവ കുലത്തോടും കരുണ കാണിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മനുഷ്യപ്രീതിയും ദയയും ഉദിച്ചപ്പോ, ഹല്ലേലൂയ, എങ്ങനെയാ? മനുഷ്യപ്രീതിയും ദയയും ഉദിച്ചപ്പോഴാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. എന്ന് പറഞ്ഞാൽ എന്നോട് അവൻ ദയ കാണിച്ചതാണ് ക്രിസ്തു, എന്നോട് അവൻ കരുണ കാണിച്ചതാണ് ക്രിസ്തു. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. വേദപുസ്തകം പറയുക, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അതിനോടുകൂടെ സകലതും തരാതിരിക്കുമോ? ദൈവം തന്റെ പുത്രനെ തരാൻ തയ്യാറായി, പക്ഷെ നമ്മൾ പറയുന്നത് ദയ കാണിക്കുന്നില്ലെന്നാണ്. എവിടെ ഒരു വിരോധാഭാസമില്ലേ? ദൈവം നമ്മുടെ പുത്രനെ, സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി തന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? എന്നോട് കരുണ കാണിക്കുന്നില്ലെന്നാ പറയുന്നത്. എവിടെ ഒരു അബദ്ധമില്ലേ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ അബദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ തിരുത്തുന്നത്. നമ്മൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ്, ദൈവത്തിന്റെ ദയ ലഭിച്ചവരാണ്. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. ദൈവത്തിന്റെ കരുണ ലഭിച്ചവരാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞ്, ഞാൻ കരുണ ലഭിച്ചവനാണ്, കൃപ ലഭിച്ചവനാണ്, ദയ ലഭിച്ചവനാണ്. ഒന്ന് ചേർന്ന് കൈ അടിച്ചുകൊണ്ട് പറ, എനിക്ക് കരുണയുണ്ട്, ദൈവം എനിക്ക് കരുണ കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രശ്നം ഈ കരുണ കാണിച്ചിരിക്കുക എന്ന് പറയുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മുടെ സാഹചര്യങ്ങളിലൂടെയാണ്. സാഹചര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോഴാണ്. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. 2 തിമോത്തിയോസ് എടുക്കാം, അതിൻ്റെ 1-ാം അധ്യായം എടുക്കാം, 9-ാമത്തെ വാക്യം മുതൽ വായിക്കാം. മനോഹരമാണ് ഈ വാക്യം. ബൈബിൾ കൈകളിലുള്ളവർ എടുത്താട്ടെ, നമ്മൾ ഒരുമിച്ച് ആ വാക്യം വായിക്കുന്നു. അവൻ നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. ഭയങ്കരമായ കാര്യമാണ് ആ വാചകം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മളെ രക്ഷിക്കുകയും, എല്ലാവരും പറഞ്ഞേ, നമ്മളെ രക്ഷിക്കുക, എല്ലാവരും പറഞ്ഞേ, വിശുദ്ധ വിളി കൊണ്ട്. നമുക്ക് ലഭിച്ച വിളിയെ കുറിച്ചിട്ട് വേദപുസ്തകം പറയുന്നത് അത് വിശുദ്ധമാണെന്ന്. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട്. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഹി ഡെലിവേർഡ് us and saved us എന്ന് പറഞ്ഞാൽ പൈശാചിക പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കുന്നതല്ല, വിടുവിച്ചതും രക്ഷിച്ചതും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല. അവൻ എന്നോട് വിശുദ്ധ വിളി, അല്ലെങ്കിൽ അവൻ എന്നോട് പ്രവർത്തികൾ നിമിത്തമല്ല, നമ്മൾ ചെയ്ത എന്തോ പ്രവർത്തികൾ നിമിത്തമല്ല. ഇനി അതിൻ്റെ താഴോട്ട് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ ഈസിയാണ്. മലയാളം ബൈബിൾ വായിക്കുകയാണെങ്കിൽ 10-ാം വാക്യത്തിലെ അതിൻ്റെ പകുതി മുതൽ വായിക്കണം. ആ വാക്യം ഇങ്ങനെയാണ്: തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പറയാവോ ആ വാചകത്തെ?
മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് കര ഉയർത്തി പറഞ്ഞ്. അവൻ നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, സ്വന്തം നിർണയത്തിനും തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കത്വവും അത്രേ. കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ആ വാചകത്തൊന്ന് ചേർത്ത് വായിച്ച് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അതുപോലെയാണ്. അതുപോലെ നമുക്കൊന്ന് പറയാം. എല്ലാവരും എന്റെ കൂടെ നേരിട്ട് പറഞ്ഞാട്ടെ. അവൻ നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ എന്ന് പറഞ്ഞ പൗലോസ് പറയുക, ദൈവം നിങ്ങളെ അവന് നിന്നെ കുറിച്ചൊരു വലിയ നിർണയം, പദ്ധതി ഉണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ പ്ലാന്റെ പ്രകാരമാ ദൈവം നിങ്ങളെ വിളിച്ചതെന്നാ. എവിടെ കിടക്കുമ്പോ ഞാൻ അഴുക്കിൽ കിടക്കുമ്പോ, തിന്മയിൽ കിടക്കുമ്പോ, നാശത്തിൽ കിടക്കുമ്പോ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ പ്രകാരമാണ് ദൈവം എന്നെ വിളിച്ചതെന്നാ. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജോഹമങ്ങ് വന്നിടാ, ആ ഭാഗത്ത് പോയി നിന്നേ. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, കുറച്ചും കൂടെ മനസ്സിലാകാനാണ് ഞാൻ പറയുന്നത്. ഇവൻ അഴുക്കിൽ കിടക്കുകയാണ്. പക്ഷെ ഈ അഴുക്കിൽ കിടക്കുന്ന ഇവന്റെ മേൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരമാണ് ദൈവം അവനെ വിളിക്കുന്നത്. ഒരു നല്ല ആമേൻ പറയാവോ? ശ്രദ്ധിച്ചോ? ആ വാചകത്തിന്റെ അർത്ഥം ഞാൻ പറയുന്നത്. ഇവൻ അഴുക്കി കിടക്കുക, നമ്മളും ഞാനും എവിടെ കിടന്നതാ? അഴുക്കി കിടന്നതാ. ആ അഴുക്കി കിടന്ന് എന്നെ കുറിച്ച് നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനെ വിശുദ്ധ വിളി എന്ന് വിളിച്ചതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ വിശുദ്ധ വിളി പ്രകാരം ഇവനെ ആ പദ്ധതിയിലേക്ക് വിളിച്ചു. എവിടേക്കാ വിളിച്ചേ? ഒന്നും കൂടെ പോയി നിന്നേ. ഇവനും ഞാൻ എവിടെ കിടന്നതാ? അഴുക്കിൽ കിടന്നതാ. ആ അഴുക്കിൽ കിടന്ന എന്നെ അവന്റെ വിശുദ്ധ പ്ലാൻ നിമിത്തം അവന്റെ പദ്ധതിയിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ടോ? തലേ കയറിയില്ല. ഒന്നും കൂടെ പോയി നിൽക്കാം. ഇവൻ അഴുക്കിൽ കിടന്നതാണ്. ആ അഴുക്കിൽ കിടന്ന ഇവനെ ദൈവത്തിന്റെ പ്ലാനിൽ, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ, ദൈവത്തിന്റെ പ്ലാനിലേക്ക് വിളിച്ച വിളിയാണ് ഞാൻ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ്. വാ, ഇവനെ വിളിക്കുമ്പോ ദൈവം എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? അവന്റെ മേൽ ആ വിളിയോടൊപ്പം ഒരു കൃപയെ പകർന്നു. എന്തിനു വേണ്ടി കൃപ പകർന്നു പറയാവോ? ദൈവത്തിന് ഇവനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. വിഷ്ണു കൊന്നെ അവിടെ പോയി തന്നെ. ഇപ്പോഴാണ് നിങ്ങൾക്ക് തലയിൽ കയറാൻ തുടങ്ങി. ഇത് ജോഹമോനാന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഇവന്റെ മേൽ ദൈവം ഒരു കൃപ പകർന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ സ്ഥലം വരെ എത്തേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഇവനെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഇവനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശപ്രകാരമാണ് അഴുക്കിൽ നിന്ന് ഇവനെ പുറത്തു കൊണ്ടുവന്നത്. എന്നിട്ട് ഇവന്റെ മേൽ ദൈവത്തിന്റെ കൃപ വെച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന്റെ ഉദ്ദേശമുള്ള സ്ഥലത്തേക്ക് ഇവനെ എത്തിക്കേണ്ടതിന് വേണ്ടിയിട്ടാ. കൂടെ എത്തിയവർക്ക് ഒരു നല്ല ഹല്ലേലൂയ പറയാം. എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് ഇവൻ എത്തേണ്ടതിന് എന്തൊക്കെ ദൈവത്തിന് ഇവന് കൊടുക്കണമോ അതെല്ലാം ഇവന്റെ മേൽ കൃപയാൽ വിളിച്ച ദിവസം പകർന്നിട്ടുണ്ട്. കൂടെ എത്താൻ പറ്റിയവർക്ക് ഒരു നല്ല ആമേൻ പറയാം. അപ്പോ നിങ്ങളെയും എന്നെയും ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോ ആ വിളിച്ചതിന് മുകളിൽ ദൈവം എന്ത് പകർന്നിട്ടുണ്ട്? ഒരു കൃപയെ കൂടെ പകർന്നിട്ടുണ്ട്. ഫോർവാർഡ്. എന്തിനു വേണ്ടി? എന്തിനാണോ ഇവനെ ദൈവം ഉദ്ദേശിച്ചു വിളിച്ചിട്ടുള്ളത് അതിലേക്ക് എത്തേണ്ടതിനു വേണ്ടിയ സകലത് ഇവന്റെ മേൽ വെച്ചിട്ടുണ്ട്. അതിനെ ആ കൃപ പകർന്നത്. അതുകൊണ്ടാ പൗലോസ് അങ്ങനെ പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ ക്രിസ്തു യേശുവിലൂടെ നിനക്ക് നൽകിയിരിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിലൂടെ നൽകിയിരിക്കുകയാണ്. എപ്പോഴാ നൽകിയത്? എപ്പോഴാണോ ദൈവം വിളിച്ച വിളിയോട് ഇവൻ റെസ്പോണ്ട് ചെയ്തത്, പ്രതികരിച്ചത്, ആ പ്രതികരിച്ച നിമിഷം ഇവന്റെ മേലത് പകർന്നതാ.
കുറച്ച് കഴിഞ്ഞിട്ടല്ല, 6 ദിവസം കഴിഞ്ഞിട്ടല്ല, 6 വർഷം കഴിഞ്ഞിട്ടല്ല. എപ്പോഴാണോ വിളിയോട് ഇവൻ പ്രതികരിച്ചത്, ആ പ്രതികരിച്ച നിമിഷം ഇവൻ എവിടെ എത്തണമോ ആ എത്തേണ്ടതിന് വേണ്ടിയ സകല കൃപയും ഇവന് മേൽ പകർന്നു. കൈ അടിക്കുന്നവർക്ക് ഒരു നല്ല ഹല്ലേലൂയ പറയാം. മനസ്സിലായി? മനസ്സിലായി? മനസ്സിലായി എന്നുള്ളൊരു കാര്യങ്ങൾ ഉയർത്തിക്കേ. അപ്പൊ നിങ്ങളുടെ മേൽ എന്തോ ഉണ്ടാ പറ. എന്തിനു വേണ്ടിയായി കൃപ പകർന്നത്? ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് എത്തിക്കാനാണ് കൃപ പകർന്നത്. ഒരു ഹല്ലേലൂയ പറ. ആ ഉദ്ദേശത്തിലേക്ക് എത്തിക്കാൻ അവന്റെ മേൽ കൃപ പകർന്നത്. ഇവൻ 2 പടി മുന്നോട്ട് വന്നു. ഇവന്റെ മുമ്പിൽ ഒരു ഒബ്സ്റ്റക്കിൾ വന്നിരിക്കുക, ഒരു പ്രതിസന്ധി വന്നിരിക്കുക. ഈ പ്രതിസന്ധി ഓർത്ത് ഇവൻ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് ഇവനെ കുറിച്ചൊരു സ്വന്തം നിർണയമുണ്ട്, ഇവിടെ എത്തിക്കുക എന്നത്. ദൈവത്തിന് ഇവനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, എത്തിക്കുക എന്നത്. അതിനാണ് ഇവന്റെ മേൽ കൃപ പകർന്നിരിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവന്റെ മേൽ പകർന്ന കൃപ, ഇവന്റെ മേൽ പകർന്ന കൃപ ഇവന്റെ മുമ്പിലുള്ള ഓബ്സ്റ്റക്കിൾസിനെ മറികടക്കാൻ ശക്തമാണ്, മറികടക്കാൻ ശക്തമാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ നിന്റെ മേൽ വെച്ചിരിക്കുന്ന വിളി ധാരാളം മതി. നിന്റെ മേൽ വെച്ചിരിക്കുന്ന കൃപ ധാരാളം മതി. കൂടെ എത്തിയോരുന്ന് കൈ അടിച്ചൊരു നല്ല ആമീൻ പറ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വണ്ടർഫുൾ അണ്ടർസ്റ്റാൻഡിങ്. എന്റെ മേൽ കൃപ പകർന്നത് എന്തിനാ? ജോഹമനെ നിന്റെ മേൽ കൃപ പകർന്നത് എന്തിനു വേണ്ടിയാ? നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അവിടേക്ക് ഇവനെ എത്തിക്കേണ്ടതിന് വേണ്ടിയാണ് കൃപ പകർന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ആ പകർന്ന കൃപയാണോ വലുത്, നിന്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധിയാണോ വലുത്? നിങ്ങൾ പറയുന്നത് പ്രതിസന്ധിയാ വലുത്, അല്ല നിന്റെ മേൽ പകർന്ന കൃപയാ വലുത്. കൈ അടിച്ചൊരു ആമീൻ പറ. സകല പ്രശ്നങ്ങളെയും മറികടക്കാൻ കഴിയുന്നതാണ് കൃപ. ഒരു കമ്പ് പോലെ എന്തെങ്കിലും ഒരു സാധനം തന്നെ അവന്റെ ഓടക്കൊള്ളിങ്ങനെ എടുത്തോണ്ട് പോവാ. ഇവിടെ നിന്നോ, നീ ഇവിടെ നിന്നോ, നീ ഇവിടെ നിന്നു. ഞാൻ കുറച്ചു നേരത്തിന് സാത്താന്റെ ദൂതനാണ്. ആരാണ് ഇത്? പൗലോസുമാണ്. ഞാനിട്ട് കുത്തുവാണ്. പൗലോസ് എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഈ സാത്താന്റെ ദൂതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അപ്പൊ കർത്താവ് പറഞ്ഞ മറുപടി, ഞാൻ തന്നിരിക്കുന്ന കൃപ ധാരാളം മതി, ഈ കുത്തൊന്നും ഏക്കത്തില്ലെന്ന്. എന്റെ കൃപ നിനക്ക് മതി. അതിനെ മറികടക്കുന്ന ഒരു സാത്താനും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ആരെങ്കിലും എന്റെ ഒപ്പത്തെങ്കിൽ ഒരു നല്ല ആമീൻ പറയാം. ആരായിട്ട് കുത്തുന്നേ? സാത്താൻ. അവിടെ എഴുതിയിരിക്കുന്ന ഭൂതം എന്നല്ല, നമ്മുടെ ശരീരത്തിൽ കയറി ഇളകുന്ന ഉരുളുന്ന സാധനം അല്ല. പുള്ളി ഡയറക്റ്റ് ദേശാന്തര ശക്തികൾ, ദേശത്തെ ഭരിക്കുന്നയാൾ പൗലോസിനെ കുത്തുക. എവിടെ ചെന്നാലും അടി കിട്ടുക, എവിടെ ചെന്നാലും തകർച്ചയാ, എവിടെ ചെന്നാലും പ്രതിസന്ധിയാ. കല്ലേറി കിട്ടാത്തൊരു സ്ഥലമില്ല, അടി കിട്ടാത്തൊരു സ്ഥലമില്ല. കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഈ കല്ലെറി, ഈ അടി, ഈ അപമാനം, ഈ സാത്താന്റെ ദൂതനെ എന്നിൽ നിന്ന് രക്ഷിക്കണം. കർത്താവ് പറയൂ, അടാ അടി വരട്ടടാ, കല്ലേറ് വരട്ടടാ, എന്റെ കൃപ നിനക്ക് ധാരാളം മതി. എപ്പോൾ നിങ്ങളുടെ മേലുള്ള കൃപ നിങ്ങൾ കാണാൻ തുടങ്ങുന്നു, അപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധിയെ നീ മറികടക്കും. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധിയെ കാണുന്നു, ആ പ്രതിസന്ധി നിങ്ങളെ കൺട്രോൾ ചെയ്യും. ഏതാ നിങ്ങൾ കാണുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പകരപ്പെട്ട കൃപയോ അതോ നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധിയോ? ഏതാ കാണുന്നതാ? നിങ്ങൾ ഏതാ കാണുന്നത്? സത്യം പറ. അയ്യോ, കരുണ കാണിക്കണമേ കർത്താവേ, ഇതല്ലേ ചെയ്യുന്ന പ്രാർത്ഥനയില്? എടേ, നിന്റെ മേൽ ആ കൃപ പകർന്നിരിക്കുക. പ്രശ്നത്തിന് നടുവിൽ ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പ്രശ്നം വരുമ്പോ
നിങ്ങൾ ചാർജ് അല്ല. ഇപ്പോഴും വിശ്വാസിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ പ്രതിസന്ധി വരുമ്പോ ആ വിശ്വാസിയുടെ തലയിലുള്ള ചിന്ത കരയണം, നിലവിളിക്കണം, പ്രശ്നത്തെ മറികടിക്കാൻ. ബ്രദറെ, നീ എന്തറിയണം? കൃപയുണ്ടെന്ന് അറിയണം. ആ അറിഞ്ഞ കൃപയെ ഓർത്ത് സ്തുതിക്കണം. അതാണ് വേണ്ടത്. പഴയ നിയമസഭയിലാണ്, പഴയ നിയമ ചിന്തയിലാണ് പല സഭകളും റൺ ചെയ്യുന്നത്. അവര് പറയും പ്രശ്നത്തിന്റെ നടുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ നിന്നെ ദൈവം വിളിച്ചത് സ്വന്തം നിർണയപ്രകാരം എവിടാണ് എത്തിക്കേണ്ടത് എന്ന പ്ലാനിൽ. ഇനി ദൈവം ഇടയ്ക്ക് കൃപ പകരുമോ? തീർച്ചയായിട്ടും. അത് കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്ത സാധനമാണ്. വയറ്റത്ത് അയ്യോ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ കിട്ടുന്നതല്ല. നീ അവന്റെ കൂടെ നടക്കുന്ന സമയത്ത് അവൻ നിന്റെ മേൽ പകരുന്നതാണ്. സമയത്ത് അവൻ അത് ചെയ്യും. സമയത്ത് അവൻ നിന്റെ മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? മുമ്പ് വരുന്ന ഒരു മിനിറ്റ്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ജോമൻ ഇപ്പോ 20 വയസ്സായി. എന്നെ താടി മീശയൊക്കെ ഉണ്ട് കണ്ടോ? കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. ഒരു 4 വർഷം മുമ്പുള്ള സാധനമോ? ഈ സാധനമൊന്നും ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 11 വയസ്സാകുന്ന ജോഹമോൻ ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് മീശ വരുന്നില്ല, ഒന്നും കരഞ്ഞ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കി. സത്യത്തിൽ മീശ എൻ്റെ ഉള്ളിൽ ഇല്ലേ? ഇല്ല. പക്ഷെ 11 വയസ്സിലാണ് ഇവൻ കരയുന്നത്, എനിക്ക് മീശയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം മീശ മുളയ്ക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരിക്കല്ലോ. നിങ്ങൾ എന്തൊന്നും വേണ്ടത്തെ? അങ്ങനെ പിറ്റേ ദിവസം മുളച്ചാൽ ഡോക്ടർമാർ പറയും ഹോർമോണൽ ഇംബാലൻസ്. സമയത്തിന് മുമ്പ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. 18 കഴിഞ്ഞപ്പോ അവിടെ ഒരു നനവ്, എവിടെ ഒരു കറുത്ത വര. കുറച്ചും കൂടെ ആയപ്പോ ആ കറുത്ത രോമം എല്ലാം കുറച്ചും കൂടെ കറക്കാൻ തുടങ്ങി. He will do everything in a perfect time. അടുത്തിരിക്കുന്നവരോട് പറ, 11 വയസ്സിലെ കരയുന്ന കരച്ചിലാണ് ഇപ്പൊ നീ കരഞ്ഞോണ്ടിരിക്കുന്നത്. മീശ വരണേ, മീശ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 5 വയസ്സുള്ള ഒരു പെൺകുട്ടി എനിക്ക് ഇപ്പൊ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പക്ഷെ അവള് പെൺകുട്ടിയല്ലേ, അവൾക്കൊരു യൂട്രസ് ഇല്ലേ, അവള് നാളെ പ്രസവിക്കത്തില്ലേ? നിങ്ങൾ എന്തൊന്നും പറയാത്തെ? അതുപോലെ അപക്വമായാണ് നമ്മൾ പ്രശ്നങ്ങളെ കാണുന്നത്. സമയത്ത് സകലതും നന്നായി ചെയ്യുന്ന ഒരു സ്വർഗത്തെ ആണ് ഞാൻ ഇന്ന് സേവിക്കുന്നത്. ഓ കം ഓൺ, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ദൈവം നിന്നെ വിളിച്ചതേ അവന്റെ കൃപയെ പകർന്നു. ആ കൃപ ഏതുവരെ നിന്നെ നടത്തുമെന്ന് സ്വർഗത്തിന് നന്നായിട്ടറിയാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. അത് സമയത്ത് അവൻ നിന്റെ മേൽ പകർന്നുകൊള്ളും. നീ നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധി അല്ല കാണേണ്ടത്, നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയാണ്. കൃപയാണ് വലുത്, പ്രതിസന്ധി അല്ല. സാത്താന്റെ ദൂതനല്ല വലുത്, കൃപയാണ്. ചുറ്റുമുള്ള പ്രശ്നമല്ല വലുത്, പകർന്നിരിക്കുന്ന കൃപയാണ്. നിന്നമേൽ പകർന്നിരിക്കുന്ന കൃപ സകലത്തിനെയും മറികടക്കാൻ കഴിയുമാറാക്കുന്നതാണ്. Come on, തുള്ളിച്ചാടി ഒരു ആമേൻ പറ. എവിടെയൊക്കെ തലയിൽ കയറുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും പ്രസംഗം പോയി കേട്ടിട്ട് പറയും, മോനെ ദയക്കായി കരഞ്ഞോടാ, കൃപയ്ക്കായി കരഞ്ഞോടാ, കരുണയ്ക്കായി കരഞ്ഞോടാ, ദൈവത്തിന് നിന്നോടൊരു കരുണയില്ലടാ, അതാടാ നീ ഇങ്ങനെ കിടക്കുന്നേ. ദൈവത്തിന് നിന്റെ കരുണയുണ്ടായിരുന്നെങ്കിൽ ജോൺ ഡാരി ബ്രദറെങ്കിലും ഒന്ന് തലയിൽ കൈവച്ചേനാടാ. ഇങ്ങനത്തെ ഭൂതങ്ങളുടെ പ്രസംഗം കേൾക്കല്ലേടാ, ചെയ്യല്ലേടാ, ഒന്ന് പറഞ്ഞാ കേക്കടാ.
എന്തുകൊണ്ടാ നിന്നെ ചെയ്യുന്നേ? ഞാൻ ബൈബിളിൽ നിന്ന് തന്നെയല്ലേ നിങ്ങളോട് പറഞ്ഞു തന്നെ. നിങ്ങൾക്ക് മനസ്സിലായോ? വലിയ പൗലോസ് 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്തില്ല പിശാചിനെ പുറത്താക്കാൻ. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്നത് ധാരാളം മതി. ഒരെണ്ണത്തിനും നിന്നെ കൊല്ലാനോ തല്ലാനോ പറ്റത്തില്ല. അടുത്തിരിക്കുന്ന 4 പേരുടെ അടുക്ക ചെന്നിട്ട് പറ, എന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന കൃപ മതി. ധാരാളം മതി. ഏത് പ്രതിസന്ധിയെയും നേരിടാനും ഏത് പ്രശ്നത്തെ മറികടക്കാനും എന്റെ മേൽ പകർന്നിരിക്കുന്ന ആ കൃപ മതി. ആ കൃപ മതി. എനിക്ക് ആ കൃപ, നീ ആ കൃപയെ കണ്ടാൽ മതി. ആ കൃപയെ കണ്ടാൽ മതി. ആ കൃപയെ ഗ്രഹിച്ചാൽ മതി. ആ കൃപയെ കണ്ടാൽ മതി. ആ കൃപയെ ഗ്രഹിച്ചാൽ മതി. Come on, കൈ അടിച്ചു ആമേൻ പറ. കുറച്ചും കൂടെ ആഴത്തിൽ ഒരു വാചകത്തിൽ പറയട്ടെ. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഒരു വാചകത്തിൽ പറയാം. ജോഹമൻ ഒന്ന് വരോ, മുനും വരോ, അവിടെ പോയി നിന്നേ. ഒരു വാചകത്തിൽ പറയാം. ഒരു വാചകത്തിൽ ഇവനെ അഴുക്കിൽ നിന്ന് ദൈവം വിളിച്ചത് സുവിശേഷത്താല. സുവിശേഷത്തെ ഇവൻ അക്സെപ്റ്റ് ചെയ്തപ്പോ, ഇവൻ കൃപ പകർന്നതുകൊണ്ടാണ് സുവിശേഷം കേൾക്കാനിടയായ. സുവിശേഷം അക്സെപ്റ്റ് ചെയ്തപ്പോ, വിശ്വാസത്താൽ ഇവനെ സ്വീകരിച്ചപ്പോ, ഇവന് മേൽ പകർന്ന കൃപയാണ് ഇവനെ വേർതിരിച്ചത്. എന്തിനായി? ദൈവത്തിന്റെ സ്വന്തം ഉദ്ദേശത്തിനായിട്ട്. പക്ഷേ ഇവനെ വിളിച്ചപ്പോ വേദപുസ്തകം പറയുന്നത് സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെട്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഇവനെ വിളിച്ചപ്പോ ഇവനെ കുറിച്ചുള്ള പദ്ധതി മാത്രമല്ല, ഇവന്റെ അന്ത്യം വരെ ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ജീവനും കൂടെ വെളിപ്പെട്ടതെന്ന്. കുറച്ചും കൂടെ കയറി പറഞ്ഞാൽ അതെല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. അക്ഷയതയും കൂടെ വെളിപ്പെട്ടെന്ന്. സുവിശേഷം ഇവൻ കേട്ടപ്പോ മരണമില്ലായ്മ കൂടെയായി ഇവന്റെ ഉള്ളിൽ കയറിയെന്ന്. അത് എത്ര പേർക്ക് കയറുമെന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഇനി അവനെ തൊട്ട് കൊല്ലാൻ കഴിയാതെ വണ്ണമാണ് സുവിശേഷം കേട്ടപ്പോ ഇവനെ മേൽ പ്രവേശിച്ചതെന്ന്. അതുകൊണ്ടാ യോഹന്നാൻ പറഞ്ഞത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാളും ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്ന് പറഞ്ഞാൽ ഇവൻ യേശുവിനെ വിശ്വസിച്ച നിമിഷം മുതൽ നാശത്തിന് തൊടാൻ കഴിയത്തില്ല. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. നിന്റെ വീട് നശിക്കാനുള്ളതല്ല. നിന്റെ വീട് നശിച്ച് ഇല്ലാതാകാനുള്ളതല്ല. നീ നശിക്കാനുള്ളതല്ല. അവന്റെ കൃപ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ വ്യർത്ഥമായി പോകത്തില്ല. പകർന്നത് സ്വർഗമാണ്. നിന്നെ വിളിച്ചത് ദൈവമാണ്. ഓ ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്തിനായി ദൈവം നിന്നെ വിളിച്ചോ അത് ചെയ്തെടുക്കാൻ അവന് സാധ്യമാണ്. അവനത് ചെയ്തെടുക്കാൻ ശക്തനാണ്. നിങ്ങളുടെ മുമ്പിലെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ പറയേണ്ടത്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എന്തിനാണോ എന്നെ വിളിച്ചിരിക്കുന്നത് അത് വരെയും എന്നെ ഒരു ശത്രുവിനും തൊടാൻ കഴിയത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, യേശു സഞ്ചരിച്ചിരുന്ന വള്ളത്തിലും വെള്ളം കയറി. നിങ്ങൾ സഞ്ചരിക്കുന്ന വള്ളത്തിലും വെള്ളം കയറാം. പറ, യേശു സഞ്ചരിച്ചിരുന്ന ബോട്ടിലും എന്ത് കയറി? വെള്ളം കയറി. മുങ്ങുമെന്ന് തോന്നി, പക്ഷേ മുങ്ങി എന്ന് അവിടെ എഴുതിയിട്ടില്ല. മുക്കാൻ വന്നവൻ അടങ്ങി എന്ന് എഴുതിയിട്ടുണ്ട്. നിന്നെ മുക്കാൻ ചിലത് എഴുന്നേക്കും, പക്ഷെ അടക്കേണ്ടത് അയ്യോ അയ്യോ എന്നല്ല, അടക്കാനാ ദൈവം നിനക്ക് കൃപ തന്നിരിക്കുന്നത്. കൈ അടിച്ചു ആമേൻ പറ. കമോൺ, വായ് തുറക്ക പറ. നിന്നെ മുക്കാൻ ചിലത് കേറാം, നിന്നെ മുക്കാൻ ചിലത് എഴുന്നേക്കാം, പക്ഷെ മുക്കുന്നവനെ നോക്കിയിട്ട് പറയാനുള്ള അടങ്ങ, നിശബ്ദമാകാം.
അവൻ അടങ്ങും, അവൻ നിശബ്ദമാകും. നിന്നെ മറികടക്കാൻ അവന് കഴിയത്തില്ല. യേശുവിനെ പിടിച്ച് പട്ടണം പണിഞ്ഞിരിക്കുന്ന മലയുടെ വക്കോളം കൊണ്ടുചെന്ന് തള്ളിയിട്ട് കളയാൻ ശ്രമിച്ചു. യേശുവിനെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ നിന്നെയും ശ്രമിക്കാം. പക്ഷേ സമയത്തിന് മുമ്പ് ഒരു തലമുടി നാരിഴ പോലും കൊഴിയാൻ അവൻ അനുവദിക്കത്തില്ല. അവന്റെ കൃപയിൽ അവൻ നിന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒന്ന് കമോൺ, കൈയടിച്ചൊരു ആമേൻ പറ. തെറ്റായ പ്രസംഗങ്ങൾ കേൾക്കരുത്. ഒരു ഹല്ലേലൂയ പറ. അപകടം നിങ്ങൾക്ക് അപ്പം മനസ്സിലാകത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നെഞ്ചത്തടിയും കരച്ചിലും നിങ്ങൾക്ക് തുടങ്ങും. അപ്പോഴേ മനസ്സിലാവും ഞാൻ ബ്രദർ പഠിപ്പിച്ച ട്രാക്കിലല്ലല്ലോ എന്ന്. പിന്നീട് മനസ്സിലാവും. അപ്പൊ ഒത്തിരി താമസിച്ചാണ്. ഇത് ഞാൻ യൂട്യൂബിൽ പ്രസംഗിച്ചിടുക. ഇതല്ല ശരിയെങ്കിൽ ആരെങ്കിലൊക്കെ പറയട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറ. അത്ര ധൈര്യമായി പറഞ്ഞത് എന്താന്ന്. ആരെയും വെല്ലുവിളിച്ചതല്ല. പുതിയ നിയമത്തിന്റെ സത്യം പ്രസംഗിക്കാൻ ദൈവം എന്നോട് ആക്കിയിരിക്കുന്നേ. ചില ആളുകളെ കൃപ പകുതി, ന്യായപ്രമാണം പകുതി, ഞാൻ പകുതി, കൃപ പകുതി. കൃപയിലാണ് ഞാൻ. കൃപയാ ഇത് കൃപയാ, കൃപയാ ഇത് കൃപയാ, കൃപയാ ഇത് കൃപയാ, കൃപയാ ഇത് കൃപയാ. ചോദിച്ചാൽ നൽകുന്ന ദൈവത്തെ കാണാൻ കഴിഞ്ഞല്ലോ. ചോദിച്ചാൽ നൽകുന്ന ദൈവത്തെ കാണാൻ കഴിഞ്ഞല്ലോ. ഓ പ്രാർത്ഥിച്ചാൽ നൽകുന്ന ദൈവത്തെ അറിയാൻ കഴിഞ്ഞല്ലോ. ഓ പ്രാർത്ഥിച്ചാൽ നൽകുന്ന ദൈവത്തെ അറിയാൻ കഴിഞ്ഞല്ലോ. ഒന്ന് തുള്ളിച്ചാടി. കൃപയാ ഇത് കൃപയാ, കൃപയാ ഇത് കൃപയാ, കൃപയാ ഇത് കൃപയാ, കൃപയാ ഇത് കൃപയാ. ഓ ഞാനിന്നറിയുന്നേ ആ സ്നേഹത്തിനാഴം. ഓ ഞാനിന്നറിയുന്നേ ആ സ്നേഹത്തിനാഴം. തന്നെ സ്നേഹിക്കുന്നവരെ കരുതുന്ന വിധം അത് കൃപ മാത്രം ആണ്. ഞാൻ ഈ പാട്ടുകൾ എഴുതിയത് സുബോധം വന്നിട്ടാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ബ്രദർ ഈ പാട്ടെല്ലാം എഴുതിയത് സുബോധം വന്നിട്ടാണ്. ചിലർ പറയുന്നത് സുബോധം പോയിട്ടാണെന്നാണ്. എനിക്ക് സുബോധം വന്നപ്പോഴാണ് ഈ പാട്ട് എഴുതിയത്. തന്നെ സ്നേഹിക്കുന്നവരെ കരുതുന്ന വിധം അത് കൃപ അല്ലല്ല, ഉപവാസം മാത്രമാണ്, കരച്ചില് മാത്രമാണ്, കൃപ മാത്രമാണ്. തന്നെ സ്നേഹിക്കുന്നവരെ കരുതുന്ന വിധം അത് കൃപ മാത്രം ആണ്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ ധാരാളം മതി. നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ ധാരാളം മതി. ഓ ഞാനാകുന്നതും ദൈവകൃപയാ, ഞാൻ നിന്നതും ദൈവകൃപയാ, ഞാനാകുന്നതും ദൈവകൃപയാ, നിലനിന്നതും ദൈവകൃപയാ. 5-6 പേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, ഞാൻ ആകുന്നതും ദൈവകൃപയാ, നിലനിന്നതും ദൈവകൃപയാ. ഓ കൃപയാ ഇത് കൃപയാ, കൃപയാ ഇത് കൃപയാ, കൃപയാ ഇത് കൃപയാ, കൃപയാ ഇത് കൃപയാ. പ്രതിസന്ധിയുടെ നടുവിൽ ഭയപ്പെടരുത്. നിന്നെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാം, പ്രയാസങ്ങൾ വരാം. പക്ഷെ നീ അറിയേണ്ടത് നീ അവന്റെ കൃപയിലാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഓർക്കണം, സർവശക്തന്റെ നിഴലിൻ കീഴിലാണ്, അവന്റെ ചിറകിൻ കീഴിലാണ്. അവനെ കുറിച്ച്, യഹോവയെ കുറിച്ച് ഞാൻ പറയും, അവൻ എന്റെ ബലമാണ്, അവൻ എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാണ്. അതുകൊണ്ട് രാത്രിയിലെ ഭയത്തെ പകൽ പറക്കുന്ന
അസ്ത്രത്തെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ എനിക്ക് പേടിക്കാനില്ല. ഓ, എന്റെ വലതായുഷും 1000-ഉം വലതുവശത്ത് 10,000 പേരും, പക്ഷെ അതൊന്നും എന്നെ തൊടത്തില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. ഇസ്രായേലേ, നിനക്ക് ആ വിചാരം ഏൽക്കത്തില്ല. ദാവീദ് കരഞ്ഞ് നിലവിളിക്കുകയല്ല ചെയ്തത്, പകരം ചിറകിൻ കീഴിലാണെന്ന് അറിയുകയാ ചെയ്തത്. രണ്ടും രണ്ടറിവാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ടും രണ്ടറിവാണ്. ദാവീദ് തിരിച്ചറിഞ്ഞത് താൻ ചിറകിൻ കീഴിലാണെന്നാണ്. ചില ആളുകൾക്ക് താൻ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണെന്നുള്ള അറിവില്ല. അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നേ. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഉള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ഭയപ്പെടാതിരി, സ്തോത്രം ചെയ്യേ. പറ, ഞാൻ അവന്റെ കൃപയിലാന്ന് പറ. വിളിച്ചവൻ വിശ്വസ്തനാന്ന് പറ. നിന്റെ വീട്ടിൽ ഒരു ദോഷവും ഉണ്ടാകത്തില്ല. നീ വരുന്ന ദുഷ്ടന്മാർക്കുള്ള എല്ലാവരുടെയും പ്രതിഫലം കാണാൻ പോവാ. എന്നെ പണിഞ്ഞവന്റെ ഗതി ഓ ഇങ്ങനെയല്ലേ. ഹേരോദാവേ, നീ പുഴുത്തോടാ. പറഞ്ഞാ മതി. എന്ന് പറഞ്ഞാ മതി. അടുത്തിരിക്കുന്നവരോട് പറ, ഹേരോദാവേ, നീ പുഴുത്തോടാ. ചോദിക്ക. അത്രേ ഉള്ളൂ. നീ എന്തിനാ ഹേരോദാവിനെ നോക്കുന്നേ? നിന്നെ കൊല്ലാൻ നോക്കിയവനെ ലജ്ജിപ്പിച്ച് തല കുനിച്ചിട്ട് ദൂതനാൽ വിടുവിച്ചവനല്ലേ ദൈവം. ഹേരോദാനെ എനിക്ക് കൊല്ലേണ്ട കാര്യമില്ല. സ്വർഗം ഇടപെടുന്ന സമയം അത് സ്വർഗത്തിന്റെ ഇഷ്ടമാ. ഹി വിൽ ഡു. പ്രശ്നത്തെ കണ്ട് ഭയപ്പെടരുത്. ജയിലിൽ കിടക്കുമ്പോഴും സുഖമായിട്ട് കിടന്നുറങ്ങിയത് എങ്ങനെയായിരിക്കും എന്നറിയോ? കൃപയാ, ഇത് കൃപയാ. എങ്ങനെ കിടന്നുറങ്ങി കാണും? നാളെ തല വിട്ടെന്ന് പറഞ്ഞ ആള് കിടന്നുറങ്ങുവാണ്. അവനൊരു കാര്യം പറയാം, സമയത്തിന് മുമ്പ് ഒരു ആരുത്തനും തല വെട്ടത്തില്ല. ഞാൻ അവന്റെ ദൈവിക പ്ലാന്റെ പ്രകാരം ആയിരിക്കുന്നവന്. ദൈവിക പദ്ധതിക്കകത്താ ഞാനായിരിക്കുന്നേ. ആ പദ്ധതിയെ പൊളിക്കാൻ ഈ ലോകത്തിലെ ഒരു ശത്രുവിനും കഴിഞ്ഞിട്ടില്ല. കൈകളടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവം എന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന പദ്ധതിയെ പൊളിക്കാൻ ഈ ലോകത്തിലെ ഒരു ശത്രു എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഒരു ശത്രു ഇല്ല. അങ്ങനെ ഒന്നും ഇല്ല. ഒന്ന് കൈയടിച്ചു ആമേൻ പറ. അങ്ങനെ ഒരാളില്ല. നിന്നെ കുറിച്ച് ദൈവമായിട്ടിരിക്കുന്ന പദ്ധതിയെ പൊളിക്കാൻ ഒരുവൻ എഴുന്നേറ്റിട്ടില്ല. നീ അറിയേണ്ടത് ഞാൻ അവന്റെ കൃപയിലാണ്, ഞാൻ അവന്റെ പ്ലാനിലാണ് എന്നറിഞ്ഞാൽ മതി. നമ്മൾ കേട്ടതും ശീലിച്ചതും കരഞ്ഞോ, നിലവിളിച്ചോ, ഉപവസിച്ചോ, അങ്ങനെയുള്ള പ്രസംഗങ്ങളായതുകൊണ്ട് നമുക്ക് അത് കേട്ട പെട്ടെന്ന് റിലേറ്റഡ് ആകാൻ പറ്റും, പെട്ടെന്ന് കണക്റ്റഡ് ആകാൻ പറ്റും. പക്ഷെ അത് പലതും തെറ്റാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട, ഉപവസിക്കണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞേ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയത് 3 മണിക്കാണ്. ഞാൻ ആ സമയം മുഴുവൻ കർത്താവിൻ്റെ അടുക്കലായിരുന്നേ. രാവിലെ എഴുന്നേറ്റും കർത്താവിൻ്റെ കൂടി ഇരുന്നു. പ്രാർത്ഥിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, ഉപവസിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ നിങ്ങൾ ഉപവസിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ അയ്യോ 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 എന്ന് വിളിച്ചുകൊണ്ടായിരിക്കരുത്. നിങ്ങൾ പ്രശ്നങ്ങളുടെ നടുവിൽ ചിരിച്ചുകൊണ്ട് പറയണം, ഞാൻ അവന്റെ കൃപയിലാണ്, ഞാൻ അവന്റെ പദ്ധതിയിലാണ്, ഞാൻ അവന്റെ സുരക്ഷിതമായ വലയത്തിലാണ്. എന്നെ അതിൽ നിന്ന് എടുത്തു കളയാൻ ഒരുവനും കഴിയത്തില്ല, ഒരാൾക്കും കഴിയത്തില്ല, ഒരാൾക്കും കഴിയത്തില്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 11-5 വാക്യം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിന്റെ ഭാഗമാണ് നമ്മൾ. കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്. എല്ലാവരും പറഞ്ഞേ, ആ ശേഷിപ്പിന്റെ ഭാഗമാണ് നമ്മൾ. ഇതെപ്പോഴാ പൗലൂസ് എഴുതിയെന്നറിയാം? പൗലൂസ് അതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഏലിയാവ് എന്ത് പറഞ്ഞു? ഞാൻ ഒരാൾ മാത്രമേ ജീവനോടുള്ളൂ. അപ്പൊ കർത്താവ് ഏലിയാവിനോട് എന്ത് പറയാ? പൊന്നുമോനെ, നീ അങ്ങനെ വിരോധമൊന്നും പറയണ്ട. അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അർത്ഥം അതാ, നിന്റെ വിചാരത്തിൽ നീ ഒരാളെ ഉള്ളെന്ന്, പക്ഷേ ഞാൻ 7000 പേരെ സൂക്ഷിച്ചു വെച്ചേക്കുവാ. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേർ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ആ രാജ്യത്ത്
ദൈവത്തിന്റെ പ്രവാചകന്മാരെ മുഴുവൻ ഇസബേൽ കൊന്നു കളഞ്ഞപ്പോ ഒരാള് മാത്രമേ ഉള്ളെന്നായിരുന്നു അന്നത്തെ ആരുടെ വിചാരം? ഏലിയാവിന്റെ വിചാരം. ഏലിയാവിന്റെ ദൈവം എന്ന് പറയാം, അങ്ങനെ അല്ലല്ലോ, അല്ല മോനെ, ഞാൻ ചിലരെയും കൂടെ കൃപയാൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എന്നിട്ട് പൗലോസ് പറയുക, കൃപയാണെങ്കിൽ അത് പ്രവർത്തിയാലല്ല, അല്ലെങ്കിൽ അത് കൃപയല്ലെന്ന്. എന്ന് പറഞ്ഞാൽ എന്തോ പരിശ്രമിച്ചത് കൊണ്ട് അവർ സുരക്ഷിതരായി ഇരുന്നതല്ല, ദൈവം അവരെ കരുതിയത് കൊണ്ട് അവർ സുരക്ഷിതരായിരുന്നതാണ്. കുറച്ചും കൂടെ വ്യത്യാസമായി പറയാം. ദൈവം അവരോട് പറയുക, നോക്ക, ഞാൻ അവന്റെ മേൽ കൃപ പകർന്നത് കൊണ്ടാണ്, ഞാൻ അവനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അവർ കരുതപ്പെട്ടത്, അല്ലെങ്കിൽ ഇസബേൽ അവനെ തട്ടിയനെന്ന്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇസബേൽ തട്ടാതിരുന്നത് അയാൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ പരിശ്രമിച്ചുകൊണ്ടോ കരഞ്ഞുകൊണ്ടോ ഒന്നുമല്ല, ഞാൻ അവന്റെ മേൽ കൃപ പകർന്നുകൊണ്ടാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ഇസബേലിന്റെ ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല, നീ വേർതിരിയപ്പെട്ടവനാ. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? നിന്റെ പരിശ്രമം കൊണ്ടല്ല ഇസബേലിന്റെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടത്, അവൻ നിന്നെ കരുതി സൂക്ഷിച്ചത് കൊണ്ടാണ്. ഒരു ഇസബേലും നിന്നെ ഇനി തൊടത്തില്ല. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. കാരണം നിന്നെ തെരഞ്ഞെടുത്തത് അവന്റെ കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാനാണെങ്കിൽ, അവന്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചു പറിക്കുന്നവൻ ആരാ ഉള്ളേ? അവൻ കൈ നീട്ടിയിരിക്കുകയും കൈ മടക്കി കളയാൻ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ദൈവം പറയുക, ഏലിയാവേ അങ്ങനെയല്ലേ ഏലിയാവേ, നിന്നെ മാത്രമല്ല ഞാൻ സൂക്ഷിച്ചത്, 7000-ഓളം പേരെയും കൂടെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അവരെ ആരും ഇസബേലിനോ അവന്റെ ശക്തിക്കോ ഒരു രാജ്യത്തിനോ അവന്റെ ശക്തിക്കോ ഒരു മന്ത്രവാദിക്കോ അവന്റെ ശക്തിക്കോ ദുർശക്തിക്കോ അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവനെ കരുതി വെച്ചേക്കുവാ. കരുതിയത് അവരുടെ പരിശ്രമം കൊണ്ടല്ല, കരുതിയത് ഞാൻ അവരുടെ മേൽ വെച്ചിരിക്കുന്ന കൃപയാല. അടുത്തിരിക്കുന്നവരോട് പറ, രാജകീയ പുരോഹിത വർഗമേ, തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വംശമേ, സ്പെഷ്യലായ ആളുകളെ, നിങ്ങൾ എത്രത്തോളം ദൈവത്തിന്റെ സ്പെഷ്യലാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നീ രാജകീയ പുരോഹിത വംശമാണ്. നിന്നെ അവൻ പരിപാലിക്കുന്നത് അവന്റെ കൃപയിലാണ്. ആ കൃപ ധാരാളം മതി. കൂടെ ഉണ്ടെങ്കിൽ ആർത്ത് വിളിച്ചു ആമേൻ പറ. അവൻ നിന്നെ പരിപാലിച്ചിരിക്കെ ആര് നിന്നെ പൊളിച്ചു കളയും? അവിടെ ഒരു കാര്യം പൗലോസ് കുറച്ചും കൂടെ വ്യക്തമാക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എങ്കിൽ കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. നിനക്ക് കൃപയെ ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ, കൃപയെ ഇല്ലാതാക്കാൻ പറ്റും, കൃപയെ ഇല്ലാതാക്കാൻ പറ്റും. അത് അടുത്ത ആഴ്ചകളിൽ എപ്പോഴെങ്കിലും തൊടാം, ഇപ്പൊ അതിലേക്ക് പോയാൽ ഒക്കത്തില്ല. പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ 5-4 പറയുന്നത്, അപ്പോൾ നീ കൃപയിൽ നിന്ന് വീണു പോകുന്നാ പറഞ്ഞേ. എപ്പോഴാ നീ കൃപയിൽ നിന്ന് വീണു പോകുന്നേ? ഒരു സോ സിമ്പിൾ ആണ്. എപ്പോഴാണോ നിന്റെ പരിശ്രമം കൊണ്ട് നിന്നെ തന്നെ സൂക്ഷിക്കാനും നിന്നെ തന്നെ കരുതാനും നീ ശ്രമിക്കുന്നത്, ആ നിമിഷം മുതൽ നീ കൃപയിൽ നിന്ന് വീഴുകയാ. അതുകൊണ്ട് ആ വിശ്വാസിയെ നീ പലപ്പോഴും തളരുന്നത്. നിന്നെ സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഗ്നി വലയത്തിനകത്ത്, അതിനെ ഓർത്ത് നന്ദി പറഞ്ഞും ആരാധ്യം ജീവിക്കാനാ ദൈവം നിന്നെ വിളിച്ചേ. നിന്റെ പരിശ്രമം അതിനകത്ത് ആഡ് ചെയ്യല്ലേ, നിന്റെ ശ്രമം അതിനകത്ത് കേട്ടല്ലേ. അവിടെ എഴുതിയിരിക്കുന്നു, അത് കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല, നിന്റെ ശ്രമം കൊണ്ടല്ല. രണ്ടുപേരോടെങ്കിലും കൈ എടുത്തിട്ട് പറയാം, നിന്റെ പരിശ്രമമല്ല, നിന്റെ ശ്രമമല്ല, നിന്റെ പ്രാർത്ഥനയല്ല, നിന്റെ കരച്ചിലല്ല, നിന്റെ നിലവിളിയല്ല, അവൻ നിന്റെ മേൽ പകർന്ന കൃപയാണ്. അതിനകത്ത് പ്രാർത്ഥന വേണ്ടെന്നല്ല, ഉപവാസം വേണ്ടെന്നല്ല. ഉപവാസം കൊണ്ടോ നിന്റെ പരിശ്രമം കൊണ്ടോ ആ കൃപ നേടാൻ കഴിയത്തില്ല. കൃപ ദാനമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഗ്രേസ് ഈസ് എ ഗിഫ്റ്റ്. ഒരു വാചകം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഓടുക, ക്ഷീണിച്ചെങ്കിലും ഒരു വാക്യം കൂടെ കേട്ടിട്ട് പോ. നിങ്ങളുടെ ക്ഷീണം മാറാൻ നല്ലതന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് ആരെങ്കിലും എന്നോട് ചോദിക്കുക, ബ്രദറിനെ രോഗശാന്തി പ്രാർത്ഥന നടത്തുന്നതോ പ്രാർത്ഥിക്കുന്നത് ഏതാ ഇഷ്ടം? സത്യത്തിൽ ഇഷ്ടം എനിക്ക് മനസ്സിലായല്ല, നിങ്ങളുടെ തലയെ അടിച്ചേൽപ്പിക്കുന്നതാണ് ഇഷ്ടം. സത്യത്തിൽ അതാണ് ഇഷ്ടം.
അതിൻ്റെ കാരണം എനിക്ക് ഓരോന്നും മനസ്സിലാകുമ്പോഴും ഞാൻ സക്സസ് ആകുന്നത് ഞാൻ കണ്ടത് നിങ്ങളുടെ അകത്തും മനസ്സിലാക്കുന്നതാണ് സക്സസ്. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കുന്ന അല്ല സക്സസ്. വിജയം വരുന്നത് വേർഡ് അകത്ത് കയറുമ്പോഴാ. അടുത്തിരിക്കുന്നവരോട് പറ, പരിശ്രമം നിർത്തോ. എഫേസ്യർ ലേഖനം 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ രക്ഷ കൃപയാലാണ്. രക്ഷ ഉറക്കെ പറ. ഈ രക്ഷ എന്ന് പറയുമ്പോൾ അർത്ഥം എന്തുവാ? നരകത്തിൽ നിന്നുള്ള വിമോചനം. സ്വർഗം കൃപയാലാണ്. എന്ന് പറഞ്ഞേ, സ്വർഗം. യേശു കർത്താവിന്റെ ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ, എങ്കിൽ ഒട്ടകം സൂചിക്കുഴ കൂടെ കടക്കുന്നതാണെങ്കിൽ എങ്ങനെ ഒരാൾ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കും? യേശു പറഞ്ഞു മറുപടി, ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടറ, സൂചിക്കുഴയുടെ കടക്കാൻ ശ്രമിക്കട. അല്ല, അങ്ങനെയല്ല പറഞ്ഞേ. യേശു പറഞ്ഞു, അത് യേശു നൽകിയിട്ടല്ലാതെ, എൻ്റെ പിതാവ് നൽകിയിട്ടല്ലാതെ ആർക്കും അങ്ങോട്ട് കയറാൻ കഴിയത്തില്ല. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. എനിക്കും നിനക്കും സ്വർഗം ദാനമായി ലഭിച്ചത് കൃപയാലാണ്, പരിശ്രമത്താലല്ല. കൃപയാണ് ദാനമായി ലഭിക്കുന്നത്, കൃപയാലാണ്. അടുത്തിരിക്കുന്ന വാചകം വായിച്ചു, ഒന്നും കൂടെ വായിച്ച. കൃപയാലല്ലോ നിങ്ങൾക്ക് സ്വർഗം യാഥാർത്ഥ്യമായത്. പറ, കൃപയാലല്ലോ സ്വർഗം നിങ്ങൾക്ക് ലഭിച്ചത്. കൃപയാലല്ലോ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത്. അതാ എഴുതിയിരിക്കുന്നത്. കൃപയാലല്ലോ ഡെലിവറൻസ് നിങ്ങൾക്കുണ്ടായത്. കൃപയാലല്ലോ നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാചകം കൂടെ വായിക്കണം. അതിന് നിങ്ങൾ കാരണമല്ല. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളുടെ വിശ്വാസം കാരണമല്ല, നിങ്ങളുടെ പ്രാർത്ഥന കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. അതിനകത്ത് കൂട്ടിച്ചേർക്കല്ലേ. ദാനമാണ്. എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, മോനെ നീ ശുശ്രൂഷകനായതിന്റെ കാരണം അറിയാവോ? എനിക്ക് ആദ്യം ഉണ്ടായത് ഒരു ആൺകൊച്ചാ, മരിച്ചുപോയി. 2 പെൺകൊച്ചുങ്ങളാണ് പിന്നെ ഉണ്ടായത്. മൂന്നാമതൊരു ആൺകൊച്ചുണ്ടായാൽ, നാലാമതൊരു ആൺകൊച്ചുണ്ടായാൽ അതിന് ദൈവവേലയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. അതുകൊണ്ടാണ് നീ ഇങ്ങനെ സുവിശേഷകനായത്. ഞാൻ ആദ്യം പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുമായിരുന്നു. ശരിയാണ്, അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ അറിയാം, അമ്മയെ കൊണ്ട് അങ്ങനെ പ്രാർത്ഥിപ്പിച്ചത് പോലും കർത്താവാണ്. അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചത് എങ്ങനെയാ? ഞാൻ പൂർവ്വകാലങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം ഞാൻ ഈ ഭൂമിയിൽ ജനിക്കേണ്ടതിന് ഒരു പ്രാർത്ഥന ആവശ്യമായിരുന്നു. എന്റെ അമ്മയുടെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചോ, ഒരുവൻ ജനിക്കാൻ പോവാ. ഒരു നല്ല ആമേൻ പറ. എൻ്റെ അമ്മയുടെ അമ്മ പറയുമായിരുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഞങ്ങളുടെ തൃശ്ശൂർ കുന്നംകുളം സൈഡിലെ ഭിക്ഷ യാചിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ദിവസങ്ങളുണ്ടായിരുന്നു. കുഷ്ഠരോഗികളായ ആളുകൾ, എൻ്റെ കുഞ്ഞായിരിക്കും, എനിക്ക് തോന്നുന്നു 5 വയസ്സുള്ള കാലഘട്ടം വരെ ഒരു ദിവസം എല്ലാ ഭിക്ഷക്കാരും ഒരു ദിവസം വരുമായിരുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മയുടെ അമ്മ പറയുമായിരുന്നു, നിനക്ക് ഒരു ആൺകൊച്ചുണ്ടായാൽ ഇവൻ ഒരു ശുശ്രൂഷകനാകണമെന്ന് അവർ ആഗ്രഹിച്ചതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു തവി എണ്ണ എല്ലാ കുഷ്ഠരോഗികൾക്കും കൊടുത്തു. എൻ്റെ അമ്മയുടെ അമ്മ പറയുമായിരുന്നു, ഗമയോടെ പറയുമായിരുന്നു, നീ ജനിച്ച സമയത്ത് ഞാൻ നേർച്ച നേർന്നതാ, വരുന്ന എല്ലാ രോഗികൾക്കും ഭിക്ഷക്കാർക്കും ഒരു തവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കറി എടുക്കുന്ന വലിപ്പം ഇത്രയും പോകുന്നൊരു സാധനം, സ്പൂണിനൊക്കെ വലുത്, എന്തുവരെ പറയുന്നത്, ഒരു തൊടന്നാ പറയുന്നേ, തവി, ഒരു തവി എണ്ണ കൊടുത്തു. എന്നിട്ട് എന്നോട് പറയും, നിന്നെ എണ്ണ കൊടുത്തിട്ടുണ്ടായതാ, നീ അറിയാവോ? എനിക്ക് അഭിമാനം തോന്നുമായിരുന്നു. ആരൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ പക്ഷെ ഇന്നൊരു കാര്യം അറിയാം, ആരുടെയും പരിശ്രമമല്ല ഞാനായത്, അതെല്ലാം അതിന്റെ കൂടെ ആഡഡ് ആയതാണ്. നിങ്ങളെന്താ ആമയും പറയാത്ത? ഒന്ന് കൈയടിച്ചൊരു ആമയും പറയാത്ത? രക്ഷ പരിശ്രമത്താൽ ലഭിക്കുകയില്ല. നിങ്ങളുടെ ഉപവാസമോ പ്രാർത്ഥനയോ നിലവിളിയോ അല്ല രക്ഷിക്കപ്പെടാൻ കാരണമായത്, അത് തികച്ചും ദാനമാണ്. ഒന്ന് കൈയടിച്ചു നന്ദി പറ. തികച്ചും ദാനമാണ്. രക്ഷ തികച്ചും ദാനമാണ്. ഇനി അടുത്ത വാചകം കൂടെ വായിക്കാം. ആരും പ്രശംസിക്കാതിരിക്കാൻ
പ്രവർത്തികളും കാരണമല്ല. അടുത്തിരിക്കുന്നവരോട് പറയാം, ആരും പ്രശംസിക്കാതിരിക്കാൻ. അപ്പൊ ദൈവം തരുന്ന നന്മകൾക്ക് നേരെ ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ വില കൊടുത്തു എന്ന് പറയുന്നവരെ നോക്കിയിട്ട് ദൈവം പറയൂ, എന്തുവാടാ ഇവന്, എന്തുവാ, ഞാൻ അവന് ചുമ്മാ കൊടുത്തത്, പക്ഷെ ഇവൻ പറയുന്നത് കണ്ടോ എന്ന് പറഞ്ഞാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില സാക്രിഫൈസുകൾ ഉണ്ടാകുമ്പോൾ, ചിലതിനെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് വില കൊടുത്തു എന്നാണ്. ഞാൻ പറയുമായിരുന്നു, ഞാൻ അറിയപ്പെടുന്നൊരു കുടുംബത്തിൽ നിന്നാണ്, കുടുംബ പാരമ്പര്യത്തിൽ നിന്നാണ് വന്നത്, ഒരു ധനമുള്ള വീട്ടിൽ നിന്നാണ് വന്നത്, ഒരു വലിയ ബിസിനസ് എനിക്കുണ്ടായിരുന്നു, അതെല്ലാം വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങി. പറയുമ്പോൾ വിട്ടത് വലുതും കിട്ടിയത് ചെറുതുമായി തോന്നും. അല്ല, വിട്ടത് ചെറുതും കിട്ടിയത് വലുതുമായതുകൊണ്ടാണ്. അയ്യോ, ഞങ്ങൾ വലിയ കുടുംബക്കാരാ, ആ പൊങ്ങച്ചം നിർത്ത. നീ ആ വലിയ കുടുംബക്കാരാന്ന് പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടായി പറയുന്നേ. പൊങ്ങച്ചം പറയരുതെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കൃപയാലാണെന്ന് പറ. പ്രശംസിക്കുന്നെങ്കിൽ ദൈവം എന്നോട് ചെയ്തു എന്ന് പറ. പ്രശംസിക്കുന്നു എന്ന് പറയെങ്കിൽ, പ്രശംസിക്കുന്നെങ്കിൽ പറ, എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. കൈയടിച്ചൊരു ആമേൻ പറ. ഞാൻ കൊല്ലത്തും പ്രസംഗിച്ചപ്പോൾ ഒരു വാചകം പറഞ്ഞു. ഞാൻ ആദ്യം, ഇത് യൂട്യൂബിൽ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ, എൻ്റെ ചർച്ചിൽ 10-13 വർഷങ്ങൾക്ക് മുമ്പ് ജീൻസ് ആദ്യം മേടിച്ചു കൊടുത്തത്, സോളിക്ക് മേടിച്ചു കൊടുത്തത് ഞാനാണ്. സ്വതന്ത്രം പോയതുണ്ടോ? എൻ്റെ കൂടെയുള്ള പലരും പറഞ്ഞു, ജീൻസ് മേടിച്ചു കൊടുക്കുന്നത് ശരിയാണോ? അവള് ഒരു വെള്ളിയാഴ്ച മീറ്റിങ്ങിന് ജീൻസ് ഇട്ടുകൊണ്ട് വന്നു. നിങ്ങളിടുന്ന ലെഗിങ്സിനേക്കാൾ എത്രയോ മെച്ചമാണ് ജീൻസ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. നിനക്ക് നിന്റെ പുറകുവശം കൂടുതലോ, നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം കുറച്ചും കൂടെ വലുതോ, അത് വൃത്തികേടായി തോന്നുന്ന വിധത്തിലോ നിങ്ങൾ വസ്ത്രം ധരിക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം കൂടുതലാണെങ്കിൽ അത് മറയത്തരിക്ക് രീതിയിൽ വസ്ത്രം ധരിക്കണം. അതിൽ ആരും തെറ്റൂല. നിങ്ങളുടെ നഗ്നത മറയുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നതാണ് ദൈവകൃപ. അതിന് ജീൻസ് ഇട്ടാലും കൊള്ളാം, പാവാട ധരിച്ചാലും കൊള്ളാം, പാൻറ് ഇട്ടാലും കൊള്ളാം, ഷർട്ട് ഇട്ടാലും കൊള്ളാം, ടീഷർട്ട് ഇട്ടാലും കൊള്ളാം. അത് നിങ്ങളുടെ നഗ്നത പ്രദർശിപ്പിക്കുന്നതാകരുതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സാലലിയും സ്വതന്ത്രമൊക്കെ പോയത് എന്താ? ജീൻസ് ഇട്ടാ ദൈവകൃപ പോവോ? എനിക്കറിയത്തില്ല. അടുത്തിരിക്കുന്ന ഒരാളെയും തട്ടിയിട്ട് പറഞ്ഞേ, പുറത്തിടുന്ന വേഷം ചർച്ചിലിടാൻ പറ്റുമെങ്കിലേ നീ ആ വേഷം പുറത്തിടാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറത്തൊരു വേഷം, ചർച്ചിലൊരു വേഷം. അതെന്താ കാരണം? ആ വേഷം ഇവിടെ ചർച്ചിൽ വരാൻ പറ്റത്തില്ല, നിനക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം എന്തുവാ? അപ്പൊ പുറത്തുള്ളവർക്ക് ഒന്നും കൂടെ പറയാം, പുറത്തുള്ള ചെടുന്ന ചില വേഷം എടിയിടാക്കത്തില്ല, ചർച്ചിലിടാക്കത്തില്ല. അതിന്റെ അർത്ഥം പറ. ആ വേഷം ചർച്ചയിട്ട കൊള്ളത്തില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാ നീ പുറത്തിടുന്നേ? എൻ്റെ മോൾ ഒരിക്കൽ ചോദിച്ചു, ജാക്കറ്റും പാവാടയും. ഞാൻ പറഞ്ഞു, വയറ് കാണുവടി. ആരും ഇല്ല ഇവിടെ. അപ്പൊ അവള് ചോദിച്ച ചോദ്യമുണ്ട്, ഇവിടെ ഇരിക്കുവോ? അമ്മ സാരി എടുക്കുമ്പോ വയറ് കാണുന്നുണ്ടല്ലോ അപ്പേ. ഞാൻ പറഞ്ഞു, അതെവിടെ അടി കാണുന്നേ? അപ്പോഴവള് പറയുന്നത്, ഈ സൈഡിൽ കൂടെ കാണാം. പിന്നെ ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പോയോ? ഇത് ഞാനല്ലാതെ പള്ളിയിൽ ആര് പറയും? ഞാൻ പറഞ്ഞു, മോളെ, നിന്റെ അമ്മ ഇവിടുന്ന് ഒരു തുണിയുടെ കഷ്ണം ഇങ്ങോട്ട് പൊക്കിയിട്ട് ഇവിടുന്ന് കഷ്ണം അങ്ങോട്ട് പിടിപ്പിച്ച് ഒരു പിന്നും കൂടെ കുത്തിയാ വരുന്നേ. അതൊക്കെ എന്നും കൂടെ നടക്കുന്ന കാര്യമല്ല. അപ്പയ്ക്ക് മേടിച്ചു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, മോളോട്, വയറ് കാണിക്കുന്നത് ആ ഭാഗം കണ്ടാൽ കൊള്ളാമെന്നൊരാൾക്ക് തോന്നുന്ന വിധത്തിൽ നീ ധരിക്കരുത്. നമ്മുടെ വയറ് കണ്ടുകൊണ്ട് വലിയ കഥയൊന്നും വരാൻ പോകുന്നില്ല. എന്ത് വയറ് കണ്ടുകൊണ്ട് കാര്യം? കാല് കണ്ടാലോ വയറ് കണ്ടാലോ വല്ല കഥയുണ്ടോ? പക്ഷേ ബാക്കി ഭാഗം നിങ്ങൾ പൂരിപ്പിച്ചോളുക. അസ്വസ്ഥതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ വസ്ത്രം ധരിക്കരുത്. ഒരു വയറ് കണ്ടുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇതൊന്നും ഭരിക്കല്ലേ. ഞാൻ എൻ്റെ മോൾക്ക് എല്ലാ മോഡേൺ ഡ്രസ്സും ഞാനാണ് മേടിക്കുന്നത്. അവൾ ഇതൊരു അവളുടെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. സകല ഡ്രസ്സും ഞാൻ അവൾക്ക് മേടിച്ചിട്ടുള്ളത്. എല്ലാ മോഡേൺ ഡ്രസ്സും അവൾ ഇടുന്നുണ്ട്. എന്താ ഇടുന്നതിന് കുഴപ്പമില്ല. മറ്റൊരാൾക്ക് ഇടർച്ച വരുന്ന ഒരു വേഷം ഇടരുത്. നിങ്ങളെന്താ ആമേൻ പറയാത്ത? നമ്മൾ കൃപയിലാണ്. കൈയടിച്ചു.
അവസാനിപ്പിക്കട്ടെ? ഒരു ഹല്ലേലൂയ പറയാവോ? ഞാനിങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങൾ നാളെ ജീൻസ് ഇട്ട് കാണണമെന്ന് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഏത് വേഷം ഇട്ടാലും അതിൻ്റെ തീരുമാനം, ബോർഡർ ലൈൻ എന്ന് പറയുന്നത് നഗ്നത മറ്റൊരാൾക്ക് തോന്നരുത്, സെക്സി ആയിട്ട് തോന്നരുത്, മനോഹരമായി തോന്നണം. നന്നായി വേഷം ധരിച്ചാട്ടെ, സ്റ്റൈലായിട്ട് നടന്നാട്ടെ. അടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരോട് പറഞ്ഞ് നല്ലതായിട്ട് വേഷം ധരിച്ചാട്ടെ, സ്റ്റൈലായിട്ട് നടന്നാട്ടെ.